രാഹുൽ ഇതിനുള്ള മറുപടി. രാഹുൽ, ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാട്, ഈ നടപടി മതിയോ? അതിൽ വീണ അതിനെ എതിർത്തിരുന്നു. അല്ല, വീണ അടക്കമുള്ള സ്ത്രീപക്ഷ നിലപാട് എന്നും ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അവർക്ക് ആ നിലപാട് എന്നും പറയാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മൾ ഒരു കാര്യം മാത്രം മറക്കരുത്. ഉമ്മൻചാണ്ടി സാറിനെതിരെ എഴുതുന്ന ഒരു പരാതി സരിത എഴുത്ത് കമ്മീഷനിൽ കൊടുത്തു. ചാണ്ടി സാറിനെ എത്രമാത്രം വേട്ടാടി നമുക്കറിയാം. അവിടെയാണ് നമ്മൾ എല്ലാം ആവശ്യപ്പെടുന്നത്. എന്താ? ഒരു ബാലൻസ് വേണം. ഏകപക്ഷീയമായി കടം ആക്രമിക്കരുത്. ഏകപക്ഷീയമായി പുരുഷന്മാരും സിനിമാ മേഖലയും മോശമാണെന്ന് പറയരുത്. ഇതിൽ ഏറ്റവും നല്ല നിലപാടെടുത്തത് പൃഥ്വിരാജിനോടൊപ്പം നമ്മുടെ ചാണ്ടി ഉമ്മനും കൂടെയാണ്. ചാണ്ടി ഉമ്മൻ പറഞ്ഞത് മലയാള സിനിമയെ ആകെ കരിവാരി തേക്കരുത്, ആക്രമിക്കരുത്. ഈ വേട്ടയാടൽ ഞാനും എന്റെ കുടുംബവും അനുഭവിച്ചതാണ്. അപ്പൊ ഒരു വേട്ടയാടപ്പെട്ടവനെ ബാക്കിയുള്ള ആൾക്കാരെ വേട്ടയാടുമ്പോൾ അതിന്റെ വേദന മനസ്സിലാവും. അതുകൊണ്ട് ആരോപണങ്ങൾ എന്ന് വിളിക്കുക. അതായത് വെളിപ്പെടുത്തലുകളല്ല, ആരോപണങ്ങൾ. അത് ശരിയാകാം, തെറ്റാകാം. രണ്ട്, ശ്രീ രഞ്ജിത്ത് തിരിച്ചു കേസ് കൊടുത്തിട്ടുണ്ട്. ശ്രീ സിദ്ദിഖ് കേസുമായി പോകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ശ്രീ സുധീഷ് പോകുന്നുണ്ടെന്നാണ്. സമാനമായ ഒരുപാട് പേർ അതിശക്തമായ തിരിച്ചുള്ള നിയമ നടപടികൾ വരുന്നുണ്ട്. അവിടെ പൃഥ്വിരാജിനെ മാത്രം ഓർത്താൽ മതി. പൃഥ്വിരാജ് കൃത്യമായിട്ട് എന്ത് പറയുന്നുണ്ട്? പൃഥ്വിരാജ് പറയുന്നു, പരാതി വ്യാജമാണെങ്കിൽ അവരും ഇവരനുഭവിച്ച അതേ നടപടികൾ അനുഭവിക്കണമെന്ന്. ആ നിലപാട് നമ്മൾ ആർജവത്തോടെ പറഞ്ഞാൽ ഈ എതിർവാദം ഉണ്ടാവില്ല. നമ്മളെല്ലാം പിന്നീട് ഒരുമിച്ചാണ്. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ആരെങ്കിലും രക്ഷിക്കണമെന്നല്ല, പകരം കാടടച്ച് വെടിവെക്കുകയും അധിക്ഷേപിക്കുകയും സിനിമാ മേഖല മുഴുവൻ മോശമാണെന്ന് പറയുകയും ചെയ്യുകയല്ല. പക്ഷേ ബാലൻസോടെ, സന്തുലനത്തോടെ മുമ്പോട്ട് പോകണം. ഇന്ന് ഏതൊക്കെയോ കോൺഗ്രസ് നേതാക്കൾ എന്ന് ആരോപിക്കുന്നവർക്കെതിരെ നിലപാട് വന്നിട്ടുണ്ട്. നാളെ CPM വരും, മറ്റന്നാൾ BJP വരും. വെറുതെ ആർക്കെങ്കിലും പേര് പറഞ്ഞ് ഇട്ട് തട്ടാൻ നമ്മുടെ മഹാനടന്മാരെയോ പ്രതിഭാധനന്മാരായ ഡയറക്ടർമാരെയോ ഇട്ടുകൊടുക്കരുത്. അതുകൊണ്ട് സത്യത്തിന്റെ കൂടാണ് നമ്മൾ വയ്ക്കേണ്ടത്. ഒരു വരി കൂടെ രാഹുൽ വീണ്ടും അവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ പറയുന്നു എന്നുള്ളൊരു തോന്നൽ താങ്കൾക്ക് ഉണ്ടാകുന്നുണ്ടോ മിനു? കാരണം നുണയാണ് പറയുന്നതെങ്കിൽ അവരും അനുഭവിക്കണം എന്ന രീതിയിലാണ് രാഹുലിന്റെ ഇപ്പോഴത്തെ സംസാരം വരുന്നത്. പൃഥ്വിരാജ് പറഞ്ഞ ഒരു വരിയെ ഞാൻ പൃഥ്വിരാജ് പലതവണ കോട്ട് ചെയ്തു. പൃഥ്വിരാജ് കോട്ട് ചെയ്തതാണ്.